ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കളങ്കാവലിനെ കുറിച്ച്. കളങ്കാവിൻ്റെ റിവ്യൂ ഒരെണ്ണം ചെയ്ത് ഇത് രണ്ടാമത്തെയാണ്. ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ കളങ്കാവൽ എന്നല്ല കണങ്കാവൽ എന്നാണ് പറഞ്ഞു നോക്ക്. ഇത് കളങ്കാവൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാഴികക്കല്ലാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലൊരു നാഴികക്കല്ലാണ് കളങ്കാവൽ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് മൃഗയ, അമരം, പിന്നെ സൂര്യമാനസവും അതിനൊക്കെ ശേഷം വരുന്നവർ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായ പടമാണിത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കുറവെന്ന് വെച്ചാൽ പ്രായം കുറച്ചായിപ്പോയത് മാത്രമേ ഉള്ളൂ. ലവ് സീനൊന്നും ഇതിന് പറ്റില്ലല്ലോ. പക്ഷേ ഇതിൽ വിനായകനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. വിനായകൻ വലിയ അഭിനയമൊന്നുമില്ല. സാധാരണ വിനായകൻ്റെ എല്ലാ പടത്തിലുള്ള പോലത്തെ അഭിനയം തന്നെ ഇതിലും. പോലീസായിട്ട് വേറെ ചില പടത്തിൽ അഭിനയിച്ചിന് ഇതുപോലെ വലിയ വ്യത്യസ്തത ഒന്നുമില്ല. പക്ഷേ പടം കണ്ടവരെല്ലാം വിനായകൻ അങ്ങനെയാണ്, വിനായകൻ ആനയാണ്, കുതിരാന്നെല്ലാം പറയുന്നുണ്ട്. അതായത് മലയാള സിനിമയിലുള്ള ശാപം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മുതൽ ഗ്ലാമർ ഇല്ലാത്തൊരു നടൻ വന്നു കഴിഞ്ഞാൽ ആ നടന് അവാർഡ് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ഭരത് ഗോപിക്കെല്ലാം പണ്ട് അവാർഡ് കിട്ടല്. പിന്നെ ഈ അവാർഡ് കമ്മിറ്റിക്കാരെ വിചാരം ഗ്ലാമർ ഉണ്ടായാൽ അഭിനയില്ല എന്നാണ്. അങ്ങനെ മികച്ച സൂപ്പർ സ്റ്റാർ നസീർ സാറിന് അവാർഡ് കിട്ടേണ്ടേക്ക്. അപ്പോൾ ഇവരെ ധാരണ ഈ ഗ്ലാമർ ഇല്ലെങ്കിൽ അഭിനയം ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണ് ഇപ്പോൾ ഈ വിനായകനെല്ലാം ഇപ്പോൾ അവാർഡ് കിട്ടും, ഗ്ലാമർ ഇല്ലാത്തതല്ല. ഗ്ലാമറിൽ ഇപ്പോൾ ഒരു നടൻ സൂപ്പർ സ്റ്റാറിലെ ആ നടന് പിന്നെ അവാർഡൊന്നും കൊടുക്കില്ല. ഹിന്ദിയിലും അങ്ങനെ തന്നെ. രാജേഷ് ഖന്ന, ധർമ്മേന്ദ്രക്കൊന്നും അവാർഡില്ലല്ലോ, സ്റ്റൈല് കൂടി പോയതുകൊണ്ട്. സ്റ്റൈലില്ലാത്ത നടന്മാർ വന്നാൽ അവർക്ക് അവാർഡ് കിട്ടും. അതിൽ പെടുന്നത് ഇപ്പോൾ വിനായകന് നോക്കിക്കോ, അടുത്ത വർഷം വിനായകനായിരിക്കും അവാർഡ്. ഇനി നമുക്ക് തേർഡ് പാർട്ട് അടുത്തതിൽ പറയാം. ഓക്കെ.